നിങ്ങൾക്ക് പടികൾ കയറുന്ന സമയത്ത് സ്റ്റെപ്സ് കയറുന്ന സമയത്ത് ചെറുതായിട്ടൊരു ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ടോ? ഇത് പലപ്പോഴും ഒരു ഫിറ്റ്നസ് കുറവുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമല്ല, നമ്മുടെ ശരീരം മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരുന്ന പലതരം വാർണിംഗ് സൈനുമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷെ പലപ്പോഴും നിങ്ങൾ ഇത് സാരമില്ല എന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാറാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇത്തരത്തിൽ നമുക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അതുപോലെ നമുക്ക് ഇതിൽ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിഹാര മാർഗങ്ങളും ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റെപ്സ് കയറുന്ന സമയത്ത് ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. എന്റെ അടുത്തേക്ക് എന്റെ പേഷ്യൻസ് വരുമ്പോഴും പറയാറുണ്ട്, മാഡം നമുക്ക് ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ തൊട്ട് ഒരു ഫ്ലോർ കയറുമ്പോൾ വരെ നമുക്ക് തീരെ പറ്റുന്നില്ല, ശ്വാസം എടുക്കാനായിട്ട് നല്ല പ്രയാസം തോന്നുന്നുള്ളൊരു കാര്യം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക 30 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്കും വളരെ കോമൺ ആയിട്ട് ഈ ഒരു കാര്യം കണ്ടുവരാറുണ്ട്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരം കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം. ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നോക്കുകയാണെങ്കിൽ ഫിറ്റ്നസിന്റെ കുറവ്. ഫിറ്റ്നസിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളത് ഷോക്ക് കൊടുക്കുന്ന പോലെയാണ്. നിങ്ങളുടെ ശരീരത്തിന് അത് സഹിക്കാൻ പറ്റില്ല. അതുപോലെ എക്സസൈസ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയുടെ മസിൽസ് നല്ല വീക്ക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ലോഡ് കൊടുക്കുന്ന സമയത്തും ഈ ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. രണ്ടാമത്തെ ഒരു കാരണമാണ് തടി നന്നായിട്ട് കൂടുക. തടി നന്നായിട്ട് കൂടുമ്പോൾ എന്താ ഉണ്ടാകുക? നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവനും നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ തടി കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ശരീരത്തിൽ കൂടുതലുള്ള ഒരു ഓക്സിജന്റെ സപ്ലൈ ആവശ്യമുണ്ട്. അപ്പൊ നടക്കുന്ന സമയത്ത് ഈ ഒരു ഓക്സിജൻ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെയും ഒരു സർക്കുലേഷൻ കിട്ടാതെയും അങ്ങനെയും ഈ ഒരു ശ്വാസതടസ്സം നമുക്ക് ഉണ്ടായിരുന്ന വരും. മൂന്നാമത്തെ ഒരു കാരണമാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ലങ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ ആസ്തമയുടെ പ്രശ്നങ്ങൾ, COPD പോലെയുള്ള കാര്യങ്ങൾ, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ എന്ത് തരം കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ലങ്സ് എന്താ ഉണ്ടാകുക? പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടും ഈ ഒരു പ്രശ്നം കണ്ടു എന്ന് വരാം. നാലാമത്തെയും ഒരു മേജർ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഹാർട്ടിൽ ഇപ്പൊ നിങ്ങളുടെ ബ്ലഡ് ശരിക്കും പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യുന്നില്ല. ബ്ലഡ് പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓക്സിജന്റെ സപ്ലൈ ഉണ്ടാകില്ല. ശരീരത്തിൽ ഓക്സിജൻ കിട്ടാതെ ആകുമ്പോഴും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അപ്പൊ ഈ ലങ്സിന്റെയും ഹാർട്ടിന്റെയും കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇനി അഞ്ചാമത്തെയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല, രക്തക്കുറവ്. ശരീരത്തിൽ ബ്ലഡ് കുറയുമ്പോഴും ഈ ഒരു കാര്യം കണ്ടുവന്ന് വരാം. പലർക്കും അറിയില്ല ശരീരത്തിൽ ബ്ലഡ് കുറഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. ശരീരത്തിൽ ബ്ലഡ് കുറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ വല്ലാതെ ഇഫേർട്ട് എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ളവയാണ് കുറച്ച് മേജർ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ നമുക്ക് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കയറുന്ന സമയത്ത് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഈ ഒരു പ്രശ്നം എപ്പോഴാണ് ഡേഞ്ചർ ആകുന്നത്? നിങ്ങൾക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ കൂടെ നെഞ്ചിലൊരു വേദന പോലെ തോന്നി, അതുപോലെ തന്നെ തല കറങ്ങുന്നത് പോലെ തോന്നുക, ഹാർട്ട് ബീറ്റ് നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് വരുന്നത് പോലെ, നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു പക്ഷെ എന്നിട്ടും ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. നിങ്ങൾ മാറും മാറും എന്ന് കരുതിയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് കുറച്ച് വേഴ്സ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എമർജൻസിയിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടിനെ, ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെ വീട്ടിൽ വെച്ച് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്ത് തരം ആക്ടിവിറ്റി? നടത്തുവാണെങ്കിലും കുഴപ്പമില്ല, യോഗ പോലെയുള്ള കാര്യങ്ങൾ, എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ദിവസത്തിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പല സ്ത്രീകളും പറയാറുണ്ട് നമ്മൾ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ തന്നെ ധാരാളം ആക്ടിവിറ്റി ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷെ അതൊരു ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല, നിങ്ങൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടാതെ ഒരു 20-30 മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കാനായിട്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം പതുക്കെ പതുക്കെ നടന്നു, കുഴപ്പമൊന്നുമില്ല, പതുക്കെ പതുക്കെ നടന്ന് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റാമിനയ്ക്ക് അനുസരിച്ച്. അപ്പൊ ആദ്യത്തെ ഒരു കാര്യമാണ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇപ്പൊ നിങ്ങൾക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് നോക്കണം. വേറൊന്നുമില്ല, പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ, അനുലോം വിലോം എങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കൈ എങ്ങനെ പിടിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. എന്നിട്ട് ഒരു മൂക്ക് ഓപ്പൺ ആക്കിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഇൻഹേല് ചെയ്യുക,
എന്നിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ശ്വാസത്തിന് ഹോൾഡ് ചെയ്ത് വെക്കുക. എത്രത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതായിരിക്കും നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റിക്ക്. എന്നിട്ട് പതുക്കെ ഈ മൂക്ക് ഓപ്പൺ ആക്കിയിട്ട് പതുക്കെ മറ്റേ മൂക്കിലൂടെ ശ്വാസം പതുക്കെ വിടുക. എന്നിട്ട് വീണ്ടും ഈ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഈ മൂക്കിലൂടെ എക്സ്ഹെയിൽ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ പ്രാണായാമം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഡെയിലി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഏതെങ്കിലും ഒരു സമയത്ത്, രാവിലെയോ വൈകിട്ടോ രാത്രിയോ കിടക്കുന്നതിന് മുന്നേ എപ്പോ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു ടൈം റൂൾ ഒന്നുമില്ല ഇതിന്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റിനെ കൂട്ടാനായിട്ട്. അടുത്തതാണ് വെയിറ്റ് കൺട്രോൾ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വെയിറ്റ് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് ബോഡീനെ വെയിറ്റിനെ മാനേജ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നാലാമത്തെ ഒരു കാര്യമാണ് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഈ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് രക്തക്കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ഭക്ഷണത്തില് ചീര, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഈന്തപ്പഴം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താനും കൂടി നോക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കാട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. ശരീരം ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ നമുക്കൊരു തലകറക്കം പോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കാരണം ഓക്സിജന്റെ സപ്ലൈ കുറയും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പൊ ബോഡിയിൽ നന്നായിട്ട് വെള്ളം കുടിച്ച് ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കാനും കൂടി ശ്രദ്ധിക്കുക. അവസാനമായിട്ട് ഒരു ദിവസത്തിൽ നിങ്ങൾ സ്റ്റെപ്സ് കയറി ശീലിക്കുക. ഒറ്റയടിക്ക് കയറണ്ട, പതുക്കെ പതുക്കെ കയറിയാൽ മതി. ആദ്യം ഒരു ഫ്ലോർ കയറുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ ഫ്ലോർ കയറുക. അങ്ങനെ പതുക്കെ പതുക്കെ ദിവസത്തിൽ ഒരു 3-4 ഫ്ലോറെങ്കിലും പതുക്കെ നിങ്ങൾ കയറാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ എനർജി കൂടുന്നതിനനുസരിച്ച് പതുക്കെ നിങ്ങളുടെ സ്പീഡും കൂട്ടുക കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് പറ്റുന്നവ. നിങ്ങൾക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, സ്റ്റെപ്സ് ഒക്കെ കയറുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഈ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി എപ്പോഴാണ് നിങ്ങൾ ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിന്റെ കൂടെ തല കറങ്ങുന്നുണ്ട്, ചെസ്റ്റ് പെയിൻ ഉണ്ട്, കാലില് നീര് വരുന്നുണ്ട്, രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ശ്വാസത്തിന് ബുദ്ധിമുട്ട്, ചില ആളുകൾക്ക് നടക്കുമ്പോൾ മാത്രമാണ് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുക. പക്ഷെ നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇത് പലപ്പോഴും നിങ്ങളുടെ ലങ്സ് അല്ലെങ്കിൽ ഹാർട്ടിൽ ഒരു കംപ്ലൈന്റ് കൊണ്ടും ആയിരിക്കാം. അപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അത്രയും നിസ്സാരമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. പലതരം സിഗ്നൽസ് ആണ് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരിക. പ്രോപ്പർ ആയിട്ട് ശരീരത്തിന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് രൂപേണ അറിയിക്കാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.